അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു സ്വഹാബി കടന്നു വരികയാണ്. അല്ലാഹുവേ, കറുത്തിരുണ്ടു പോകുന്ന കരിങ്കട്ടയെ പോലിരിക്കുന്ന ഒരു സ്വഹാബി കടന്നു വരികയാണ്. ആ സ്വഹാബിയുടെ പേരെന്താണെന്നറിയുമോ? ഇസ്മുഹു സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതിന് എന്റെ കറുപ്പിന് വല്ല പ്രശ്നവുമുണ്ടോ നബിയേ? സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു തആല കയറ്റിവിടുന്നതിന് എന്റെ കറുപ്പിന് വല്ല തടസ്സങ്ങളുമുണ്ടോ നബിയേ? കറുത്ത് കരിക്കട്ടയെ പോലിരിക്കുന്ന സഅദ് റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് ലോകം മുഴുവനും പെണ്ണ് കണ്ടിട്ടു ഒരാൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ, ഒരാൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നില്ല നബിയേ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകരെ, പാരത്രികമായ ലോകത്തില് അല്ലാഹു സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തില് ഈ സഅദിനെ കേറ്റുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്, സഅദേ, ഞാൻ പറയുന്ന വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ മകളെ നീ വിവാഹം ആലോചിക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്, ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായ ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു വിടുകയാണ്. അല്ലാഹുവേ, അംർ ഇബ്നു വഖബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ വീട്ടിലേക്ക് അവിടുന്ന് കടന്നു ചെല്ലുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്ന സലാം അവിടുന്ന് പറയുമ്പോ അതാ സലാം അടക്കിയിട്ടൊരു മനുഷ്യൻ അവിടുന്ന് കടന്നു വരികയാണ്. അല്ലാഹുവേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയം വല്ലാതെ ഇടിക്കുകയാണ്, നെഞ്ച് പടപടാ പിടയ്ക്കുകയാണ്, പേടിയുണ്ടെന്നില്ലാതെ പിടയ്ക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി ഇരുത്തുകയാണ്. അവിടുന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അംർ ഇബ്നു വഖബ് എന്ന് പറയുന്ന മനുഷ്യനോട് പറയുകയാണ്, എന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇവിടത്തേക്ക് അയച്ചിരിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് എന്നെ അയച്ചിരിക്കുകയാണ്. ഞാൻ വന്ന കാര്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കാം. അല്ലാഹുവേ, നിങ്ങളുടെ മകളുണ്ടല്ലോ, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നീഗ്രോക്കാളും കറുത്തിരിക്കുന്ന ആ സഅദ് വന്നുകൊണ്ട് ചോദിക്കുമ്പോ അംർ ഇബ്നു വഖബിന്റെ കണ്ണവിടുന്ന് തുടുക്കുകയാണ്, ശരീരം മുഴുവനും അവിടുന്ന് വിറയ്ക്കുകയാണ്. അതാ അംർ ഇബ്നു വഖബ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടുന്ന് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് അവിടുന്ന് മുറ്റത്തേക്ക് വന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് സഅദിനോട് പറയുകയാണ്, സഅദേ, നീ മുറ്റത്തേക്കൊന്ന് നോക്ക്, നീ മുറ്റത്തേക്കൊന്ന് നോക്ക്. കോടാനക്കോടി ആസ്തിയുള്ളവരും മുഴുവനും എന്റെ മകളെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് സ്വത്തുക്കളുമായി വന്നുകൊണ്ട് രാപ്പാർക്കുകയാണ്, ഇവിടെ വന്നുകൊണ്ട് താമസിക്കുകയാണ്. കണ്ടില്ലേ, ഒട്ടകങ്ങളും കുതിരകളെയും കണ്ടില്ലേ? അല്ലാഹുവേ, അംർ ഇബ്നു വഖബ് അവിടുന്ന് അഹങ്കാരം അവിടുന്ന് പറയുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോവുകയാണ്. ആ വീട് വിട്ടുകൊണ്ട് കണ്ണുനീരോടെ ഇറങ്ങി വിടുന്നു പോവുകയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ പോയിട്ട് അല്ലാഹുവേ, സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, വേണ്ടായിരുന്നു നബിയേ, വേണ്ടായിരുന്നു നബിയേ, ഈ സഅദിന് പെണ്ണ് കിട്ടില്ല നബിയേ, ഈ സഅദിന് പെണ്ണ് കിട്ടില്ല നബിയേ. കറുത്തവർഗക്കാരനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് പറയുമ്പോ, അംർ ഇബ്നു വഖബിന്റെ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവേ, കലിതുള്ളിയിട്ട് അംർ ഇബ്നു വഖബ് തന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവയുടെ സുന്ദരിയായി ഒരുങ്ങിയിരിക്കുന്ന തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളുണ്ടല്ലോ, ആ മകൾ തന്റെ വാപ്പയെ വിളിക്കുകയാണ്. വാപ്പാ,
ആരാ വന്നിട്ടുള്ളത് വാപ്പാ? ആരാ വന്നിട്ട് പോയത് വാപ്പാ? അവിടുന്ന് അംർ ഇബ്നു വഖബ് പറയുകയാണ്, മുത്തായ തങ്ങൾ അവിടുന്ന് പറഞ്ഞു വിട്ടൊരു മനുഷ്യനാണ്. പക്ഷേ മകളെ, നിനക്കവൻ ചേരില്ല. കാരണം എന്തെന്നറിയുമോ? അവന് കറുത്തുകൊണ്ട് കരിക്കട്ട പോലെ ഇരിക്കുന്നവനാണ്. നീയുമായിട്ട് എങ്ങനെയാണ് യോജിക്കുന്നത്? ഒരിക്കലും ചേരില്ല, ഒരിക്കലും ചേരില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അല്ലാഹുവേ, അംർ ഇബ്നു വഖബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ മകളോട് അവിടുന്ന് പറയുമ്പോൾ ആ മകൾ എന്താ അവിടുന്ന് പറഞ്ഞതെന്നറിയുമോ? വാപ്പാ, ആ മനുഷ്യനെ അല്ലാതെ ഈ ദുനിയാവിന്റെ പുറത്ത് ഞാൻ ഒരാളെയും വിവാഹം കഴിക്കില്ല, ഒരാളെയും വിവാഹം കഴിക്കില്ല വാപ്പാ. ആ മകൾ അവിടുന്ന് പറയുകയാണ്, വാപ്പാക്ക് വല്ലാത്ത സങ്കടമായി. എന്തേ പൊന്നുമോള്, എന്താ നീ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? വാപ്പാ, അതാരാ പറഞ്ഞു വിട്ടത്? അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞു വിട്ടത്, അല്ലാഹുവിന്റെ ഹബീബല്ലേ പറഞ്ഞു വിട്ടത്. അതിനപ്പുറത്തൊരു മാരനെയും കെട്ടിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകില്ല വാപ്പാ. ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല വാപ്പാ. അവൻ ഏത് കറുത്തവനാണെങ്കിലും ഏത് നീഗ്രോ വർഗത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും ശരി, അവനെ മതി, അവനെ മതി, അവനെ മതി. അതുകൊണ്ട് വാപ്പാ, നമ്മുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ സഅദിന്റെ മുന്നിൽ പോയിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞേ, സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണേ വാപ്പാ. അല്ലാഹുവേ, അംർ ഇബ്നു വഖബ് എന്ന് പറയുന്ന സഹോദരൻ അവിടെ കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പോവുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര്, ഈ സഅദ് വന്നുകൊണ്ട് എന്റെ മകളെ വന്നുകൊണ്ട് അന്വേഷിക്കുമ്പോൾ, വിവാഹത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ കള്ളം പറഞ്ഞതാണെന്ന് ഞാൻ കരുതിപ്പോയി നബിയേ, എന്നോട് ക്ഷമിക്കണേ യാ റസൂലല്ലാഹ്. ഞങ്ങൾക്ക് സമ്മതമാ, സഅദിന് വിവാഹം ചെയ്തു കൊടുക്കാൻ സമ്മതമാണ്. കരഞ്ഞുകൊണ്ട് മൂലയ്ക്ക് നിൽക്കുന്ന സഅദ് റളിയല്ലാഹു തആല അൻഹു കണ്ണുനീര് തുടച്ചുകൊണ്ട് അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. അംർ ഇബ്നു വഖബ് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചിരിച്ചുകൊണ്ട് സഅദിനോട് പറയുന്ന, സഅദ്, മഹർ ഉണ്ടാക്കിക്കോ സഅദ്, മഹർ കരുതി വെച്ചോ സഅദ്. സഅദിനിതാ പെണ്ണായിരിക്കുകയാണ്. സഅദ്, മഹർ കരുതിക്കോ സഅദ്. അല്ലാഹുവിന്റെ പ്രവാചകരോട് സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, മഹറിന് വേണ്ടിയിട്ടുള്ള സമ്പത്ത് എന്റെ കയ്യിലില്ല നബിയേ. മഹറിനുള്ള സമ്പത്ത് എന്റെ കയ്യിലല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ആ സഹാബികളുടെ മുന്നിലേക്ക് കിടന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞെന്ന് പറ, 2 ദീനാർ വെച്ചുകൊണ്ട് നീ കരസ്ഥമാക്കുക, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് മഹർ കൊടുക്ക സഅദ്. അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് വന്നുകൊണ്ട് മഹർ കൊടുത്തോ. അതിന്റെ കടങ്ങളൊക്കെ ഞാൻ വീട്ടിക്കൊള്ളാം, അതിന്റെ കടങ്ങളൊക്കെ ഞാൻ വീട്ടിക്കൊള്ളാം, നീ മഹർ മേടിക്ക്. അല്ലാഹുവേ, സഅദ് റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് കടന്നു ചെല്ലുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളുടെ മുന്നിൽ പോയി കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അവിടുന്ന് ചന്തയിലേക്ക് പോവുകയാണ്. വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, മഹർ വാങ്ങാൻ വേണ്ടിയിട്ട് ചന്തയിലേക്ക് കടന്നു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതാ ഒരു വിളിയാളം വരികയാണ്. എന്താ വിളിയാളം എന്നറിയുമോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാ താല്പര്യമുള്ളവര് കടന്നു വരൂ എന്നുള്ള വിളിയാളം അവിടുന്ന് യുദ്ധത്തിന്റെ വിളിയാളമാണ്. ആ യുദ്ധത്തിന്റെ വിളിയാളം അവിടുന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് വന്നുകൊണ്ട് കേൾക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പുതിയ ആപ്പിളയായി കടന്നു പോകേണ്ട സഅദ് റളിയല്ലാഹു തആല അൻഹു ചന്തയിൽ വന്നുകൊണ്ട് മഹർ വാങ്ങാൻ വേണ്ടി വന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരതാ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള വെളിവാളം അവിടുന്ന് കേൾക്കുമ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചെയ്തത് എന്താണെന്നറിയുമോ? കയ്യിലിരിക്കുന്ന മഹറിന്റെ പൈസ എടുത്തുകൊണ്ട് കൊല്ലന്റെ മുന്നിൽ പോയിട്ട് നല്ല ഒരു മൂർച്ചയുള്ള വാള് തരണേ, നല്ല ഒരു മൂർച്ചയുള്ള വാള് തരണേ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് വാൾ
വാള് വാങ്ങുകയാണ്, ഒരു കുതിരയെ വാങ്ങുകയാണ്, ഒരു മുഖം മൂടി വാങ്ങുകയാണ്. അവിടുന്ന് യുദ്ധത്തിന്റെ രണാങ്കളത്തിലേക്ക് കടന്നു വരികയാണ്. സഹാബത്തും അല്ലാഹുവിന്റെ റസൂലും അവിടെ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സഅദ് റളിയല്ലാഹു തആല അൻഹു മുഖം മറച്ചുകൊണ്ട് ആ രണാങ്കളത്തിലേക്ക് കടന്നു വരികയാണ്. യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊണ്ടു, പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പാറി പറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നോക്കി കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അതാ മുഖം മൂടി ധരിച്ചിരിക്കുന്ന ധീരനായ ഒരു യുവാവുണ്ടല്ലോ, ശത്രുക്കളെ മുഴുവൻ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തിയിട്ട് യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ അങ്ങനെ ആർമാദിക്കുകയാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് യുദ്ധത്തിന് ശഹീദാവുകയാണ്, അവിടുന്ന് യുദ്ധത്തിന് ശഹീദാവുകയാണ്. യുദ്ധം കഴിഞ്ഞിട്ട് അവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ശഹീദായ മുഴുവൻ സ്വഹാബാക്കളെയും അവിടുന്ന് ദാ കൊണ്ടുവരപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ മുഖം മൂടി ധരിച്ചുകൊണ്ട് യുദ്ധത്തിൽ അടരാടിയിരിക്കുന്ന സഹാബത്ത് ആരാണതെന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് കടന്നു വരികയാണ്.